ഈ ജീവിതം പഠിപ്പിച്ച കൂട്ടുകാരിക്കുള്ള ഒരു അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ലവിന്റെ ഒരു ടോക്കൺ ആയിട്ടാണോ ഈ കഴുത്തിൽ എ? ഞാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനൊരു വട്ടം കൂടി കഷ്ടപ്പെട്ട് റൊമാൻറ്റിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോ സെൻഷ്വൽ ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അത് അയാൾക്കൊരു വട്ടം കൂടി ഉണ്ടാവാറുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ സിനിമ കാണാൻ വേണ്ടി നോക്കിയിട്ടാണ് പോകാറെന്ന് പറഞ്ഞ പോലെ. ഇത് ആക്ച്വലി അമ്മയെ തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. ആക്ച്വലി അത് നമ്മൾ അമ്മയുടെ ആണത്. അമ്മയുടെ എന്ന് പറഞ്ഞാൽ അവൾ 2 ലോക്കറ്റ് ഞാനൊരു സാധനം തന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, ഒന്നാമത് എനിക്ക് ഈ പ്രസൻറ്റേഷൻ കൊടുക്കുക. ഒന്ന് എന്ന് വെച്ചാൽ എന്താ അറിയോ, നമ്മളൊരു പ്രസൻറ്റേഷൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ സാധനം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസൻറ്റേഷൻ വാങ്ങുന്നതൊന്നും വലിയ താല്പര്യമുള്ള കാര്യം. ആരെടുക്കുന്ന എന്തെങ്കിലും മേടിച്ച് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നതും അല്ലെങ്കിൽ മേടിച്ചെടുക്കുന്നത് എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പിന്നെ അവർക്ക് അറിയാലോ അത്. ഞാൻ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ മേടിക്കൂ, മേടിക്കണം, നോ പറയരുത്. വേണ്ട ഓക്കെ പോണ്ട്. ഇത് ഏതാ വേണ്ടതെന്ന് പറ. 2 ലോക്കറ്റ് എടുത്ത്. ഒന്ന് എനിക്കൊന്ന് ഓം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒന്ന് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വലുതായിട്ട് ചിന്തിച്ചില്ല. അതാണ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്നുള്ളതിന് ഇതിനൊരു ജെയുടെ ഒരു ചായ്വും കൂടി ഉണ്ട്, ഇങ്ങനെ ഒരു വള്ളി ഉള്ളതുകൊണ്ട്. മറ്റേതെനിക്ക് പിന്നെ ഓം ഒക്കെ കോമൺ ആയിട്ടുള്ളൊരു സാധനമല്ലേ. അപ്പോൾ അത് മറ്റേതിനൊരു രസമുണ്ട്. ഈ ഏക്കൊരു എനിക്കത് ഇഷ്ടപ്പെട്ട വേണോ അത് ഇടണം കേട്ടോ, കത്തി തന്നെ ഇടണം. അത് പിന്നെ അയച്ചളയരുത്. അവിടെ അയച്ചളയൊന്നുമില്ല പറഞ്ഞിട്ട് മേടിച്ച് ഇട്ടതാണ്. പിന്നെ എനിക്ക് എല്ലായിടത്തുനിന്നും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് ഇത്, ഈ എ ആരാണ്? ഞാൻ എല്ലായിടയ്ക്ക് പറയുന്നൊരു മറുപടി തന്നെ, എനിക്ക് എ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നല്ലതല്ലേ നമ്മളൊക്കെ ഒരാളെ ഓർക്കാൻ. അതെ, അത് താലി കെട്ടിയ പോലെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അടുത്ത ക്യാപ്ഷൻ ഇതായിരിക്കും, അവൾ കെട്ടിയ താലിയാണ് ഈ ഇരിക്കുന്നത് എന്ന് അതായിരിക്കും അടുത്ത ക്യാപ്ഷൻ വരാം. എനിക്കറിയാം. പറ അല്ല, ഒരു പ്രസൻറ്റ് തന്നത്, ഒരാൾ തന്ന ഒരു ഗിഫ്റ്റ് നമ്മളത് അവിടെ വെച്ചിരിക്കുന്നത്, അത്ര തന്നെ. മറ്റൊരു കാര്യം, അതും ഇതുവരെ അങ്ങനെ ഓപ്പണായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ നിന്നുണ്ടായിട്ടുള്ള നമ്മുടെ ഭാവി, അതായത് നമ്മുടെ മകൻ, ആൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള ജിഷൻ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അതത്ര എളുപ്പമല്ലല്ലോ. അത്ര എളുപ്പമല്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗണിൽ ഉൾപ്പെടെ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു മോഡേൺ മറ്റേ സൺ ഡാഡി വൈബ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഡാഡി കൂൾ വൈബ് എന്നൊക്കെ പറയില്ല, അതുണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പം അത്ര അടുപ്പുണ്ട്, അത്രയും റാപ്പോ ഉണ്ട് അച്ഛനും മോനും തമ്മിൽ. പിന്നെ ബേസിക്കലി ഒരു കൂൾ നേച്ചർ ഉണ്ടല്ലോ ജിഷിന്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് മകനെ കാണാതെ അതിന് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈമിൽ മകനെ പോയി കാണുക എന്നൊക്കെ പറയുന്നത് അത് പ്രാക്ടിക്കലി എളുപ്പമല്ലല്ലോ. എളുപ്പമല്ല, പ്രാക്ടിക്കലി എളുപ്പമൊന്നുമല്ല. നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ കണ്ടില്ല. അത് എന്താ പറയുക, ഒരു ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം മേ ബി. എന്ന് വെച്ചാൽ നമുക്ക് മറക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. എനിക്ക് എൻ്റെ മോനെ കാണണം. ഞാൻ വരുമ്പോൾ ഈ പറഞ്ഞ ബോണ്ടിങ് ഭയങ്കര സിങ്കാണ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊബൈലൊന്നും എടുക്കില്ല. അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ് ആൾ, ഇത്ര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ കൂടെ ഓടാനും കളിക്കാനും, ഞാൻ അത്രക്ക് കളിക്കും അവൻ്റെ കൂടെ. ഓടി അവൻ്റെ എനർജി തീർക്കുന്നവരെ എന്ന് വെച്ചാൽ ഓടി എനർജി തീർക്കണം, എന്നാലേ ഇവർ അടങ്ങൂ. അത്രക്ക് ആക്റ്റീവാണ്. അപ്പോൾ ഈ അത്രയും അതൊരാണിനെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം പോട്ട് ഈ നമ്മൾ മൊബൈൽ കളിക്കുന്ന ഫ്രീ ഫയറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി ഓരോ സാധനങ്ങൾ അവിടെ പോയിട്ട് ആ റൂമിൽ പോയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ തെർമോക്കോളിനൊക്കെ കൊണ്ട് അല്ലെങ്കിൽ കാർബോണിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഇത് കിട്ടി. അവിടുന്ന് മറ്റേ ഗണ്ണൊക്കെ ഞാനിങ്ങനെ പേപ്പറും കൊണ്ട് ഗണ്ണ് കിട്ടി ഒളിച്ച് നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അവിടെ പോയി ഇങ്ങനെയൊക്കെ. ഇത് നമ്മൾ റിയൽ ആയിട്ട് കളിക്കുകയാണ് ചെയ്യുക, ഫോണിൽ കളിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അവർ ഫോൺ വേണ്ട, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുക, ഒറ്റ കയ്യിലൊക്കെ പുഷപ്പൊക്കെ എടുക്കും. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ
അത് എനിക്കറിയാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കൊക്കെ കാണുമ്പം കുട്ടിക്ക് വീണ്ടും വീണ്ടും ഇത് ആ ഒരു ഓർമ്മയും കുട്ടികളല്ലേ, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ട എന്ന് തോന്നിയിട്ടായിരിക്കും അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ കാണാൻ പോയിട്ടില്ല, ഒരു പ്രാവശ്യം അങ്ങനെ കാണാൻ പോയിട്ടുള്ളൂ. ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി വെക്കുമായിരുന്നു. അങ്ങനെ കുറേ ഡ്രസ്സുകളുണ്ട് അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്, അത് കൊടുക്കാൻ പോലും പറ്റിയില്ല എനിക്ക്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. എന്ന് വെച്ചാൽ കുറച്ച് നാൾ കാണാണ്ടാകുമ്പോൾ അവർ തനിയെ മറന്ന് അവരുടെ അതിലേക്ക് പൊക്കോളുമല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ മറക്കാൻ സാധ്യതയില്ല അവൻ. അതെന്തൊരു ചോദ്യമാണ്. അല്ല ഒരിക്കലും പക്ഷെ അത് കാണാൻ പറ്റാറില്ല. ഞാൻ അങ്ങനെ കാണാൻ ഒന്നത് എൻ്റെ കൂടെ തനിയെ വിടാനുള്ള പ്രായമായിട്ടില്ല, അതാണ്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഒന്നിച്ച് പോയിരിക്കും, ഇറങ്ങാനൊക്കെ പോകാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അതിനുള്ള നിയമസാധ്യതകളും അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ അല്ല, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് കുട്ടീനെ കാണാനും അതിനൊന്നും ഒരു തടസ്സവും ഒന്നുമില്ല കേട്ടോ. അതിനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് എന്തോ ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇപ്പം ഇത് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ തന്നെ മാറിപ്പോവല്ലോ ജിഷൻ. ആണ്. നമ്മൾക്കൊരു ഐഡിയൽ ലൈഫ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരാൾ കാണുന്നു, പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, വീട് വയ്ക്കുന്നു, വീട്ടിൽ നമ്മളും കുട്ടിയും കൂടി ബെഡ്റൂമിൽ ഓടിക്കളിക്കുന്നു. ഡിസൈൻ ഫുൾ പൊട്ടുകയാണല്ലോ. അപ്പം മിസ് ചെയ്യില്ല സമയം? അല്ലെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യും. അതൊരു ലൈഫ് നമ്മൾ ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ, അമ്മ, കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു കുടുംബം ആയിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ തന്നെയാണ് ലൈഫ്. എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവുന്ന സന്തോഷങ്ങൾ ബാക്കിയുള്ളതിലോട്ട് മാറ്റിയിട്ട് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് നടക്കുന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളതും വിചാരിച്ച് ഡിപ്രഷൻ അടിച്ച് അയ്യോ എൻ്റെ ലൈഫ് തീർന്നേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ അതിൽ ഗോ ഓൺ, ലൈഫ് മസ്റ്റ് ഗോ ഓൺ, നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ എന്ന് വെച്ചിട്ട് എൻ്റെ ചേട്ടന് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് അത് എന്നെനിക്ക് അവനിൽ നിന്നും ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനെ പോലെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഏറ്റവും അവസാനത്തെ തുള്ളി വെള്ളം ഞാനായിരുന്നു അവന് കൊടുത്തത്. എൻ്റെ മുമ്പെന്ന് അവൻ പോയത് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഞാൻ വെള്ളം കൊടുത്തു, ഞാൻ അവന് മാത്രം ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റൽ പോയത്. ഞാനത് ഫീൽ ചെയ്തു. രാത്രി മുതൽ എങ്ങനെ നിൽക്കുന്ന അവൻ രാവിലെ വരെ ചിലപ്പോൾ കാത്തു നിന്നത്, ചിലപ്പോൾ രാത്രിക്ക് തന്നെ അവരോട് കുറേ നേരം വർത്തമാനം രാവിലെ വരെ കാത്തു നിന്നത് ചിലപ്പോൾ അതിന് വരെ. അപ്പോൾ അവൻ്റെ ലൈഫിൽ നിന്നും കുറേ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ തന്നെ നമുക്കൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ ഇല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ വേണം. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആണുങ്ങൾ കൂടുതലും. എന്നുവെച്ചാൽ എന്തും കളിച്ച് നടക്കാമല്ലോ. അതിൻ്റെ ഒരു സുഖം അത് പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴോ അതിനൊരു മടുപ്പ് വരും. ഇതല്ല, ഇങ്ങനെ പോരാ എന്ന് തോന്നും. നമ്മൾ ഒതുങ്ങേണ്ട ഒരു സമയം വരും. അതുവരെ കളിച്ച് നടക്കണമെങ്കിൽ കളിച്ച് നടക്കുക, വിട്ടേക്കുക. പിന്നെ ഒതുങ്ങാൻ തോന്നുമ്പോൾ ഒതുങ്ങിക്കോളുക. ഭയങ്കരമായിട്ട് ഒതുങ്ങാനില്ല, ഞാനൊന്നും അങ്ങനെ ഒതുങ്ങുന്ന കൂട്ടത്തില്ല. ഭയങ്കരമായിട്ട് ഒതുങ്ങാനില്ല, എന്നാലും ഒരു ലിമിറ്റ് വെച്ച് നമ്മൾ ഒന്ന്